നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊന്നുകൊണ്ട് കൊട്ടാരം പണിത് തരാന്ന് പറഞ്ഞാലും നൊന്തു പെറ്റ അമ്മയ്ക്ക് സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല. പണത്തിന് വേണ്ടി, ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ മറക്കണോ? പറ അമ്മ. അങ്ങനെ ആർക്കെങ്കിലും കഴിയൂ? ഇനി അവളെ കൂടി എന്തൊക്കെ ഭാമ പറഞ്ഞു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം മക്കളെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? മനസാക്ഷിയുള്ള അമ്മമാർക്ക് ആർക്കെങ്കിലും അതിന് കഴിയുമോ? സത്യമേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എത്രയോ മുഖ്യമാണ്, അതുപോലെ തന്നെയാ എന്റെ മകൾക്ക് അവളുടെ മോളും. പണം കൊടുത്ത് മക്കളെ ഒഴിവാക്കാൻ പറയുന്ന ഏർപ്പാട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അങ്ങനെ കാശ് വാങ്ങി മക്കളെ വിൽക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. വിഷ്ണു, അമ്മ പറഞ്ഞത് തിരുത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചങ്കിക്കൊള്ളുന്ന വാക്കുകൾ പറയുമ്പോ മനസ്സുകൊണ്ട് മൗനാനുവാദം കൊടുക്കുന്ന രീതിയിൽ നിൽക്കരുത്. അത് പിന്നീട് നിനക്ക് ദോഷം ചെയ്യും. അമ്മ, ഇനിയൊന്നും പറയണ്ട, നമുക്ക് പോവാം. ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ മോൾ ഇവിടേക്ക് വന്ന് കയറിയത്. ആ സ്വപ്നങ്ങളൊക്കെ ഒരിക്കലും ഫലിക്കാത്തതാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണ്ടേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ? അമ്മ, എന്താ അമ്മ ഇതൊക്കെ? മോള് കേട്ടതല്ലേ ഇതൊക്കെ? ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ കുഞ്ഞേച്ചിയുടെ ഇതൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? എന്തമ്മേ, പപ്പിമോളുടെ കാര്യത്തിൽ പറ്റിയതുപോലൊരബദ്ധം സത്യമോളുടെ കാര്യത്തിൽ എന്റെ കുഞ്ഞേച്ചിക്ക് പറ്റരുത്. ഞാനതിന് കൂട്ടുനിൽക്കില്ല. എനിക്ക് കുഞ്ഞേച്ചിയുടെ ഒരു ശാപം മതി. ഈ ശാപം കൂടി ഏൽക്കാൻ എനിക്ക് വയ്യ. ശ്യാമേ, നീ വിഷമിക്കണ്ട. വഴക്കിട്ട് പോകുന്നൊന്നുമല്ല. സത്യം എന്നോടൊരു കാര്യം പറഞ്ഞു. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പോവുക. ആണോ? നമ്മളാരും വന്ന് വിളിച്ചില്ലല്ലോ. അവിടെ ഫംഗ്ഷൻ തുടങ്ങി കാണോ? ശരിയാണല്ലോ, വാ പോയി നോക്കാം. ഫംഗ്ഷൻ തുടങ്ങി കാണോ? ശരിയാണല്ലോ, വാ പോയി നോക്കാം. അമ്മ, എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു പിടിവാശി? ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമായിരുന്നോ? എല്ലാം നേരത്തെ തന്നെ ഒഴിവാക്കായിരുന്നില്ലേ? എടാ, ഈ തീരുമാനം ഞാൻ എടുക്കുന്നത് നിനക്ക് വേണ്ടിയാ. ഇപ്പൊ സുസ്മിത വന്ന് പറഞ്ഞതുപോലെയുള്ള വിഡ്ഢിത്തരം നാളെ നിന്റെ മുഖത്ത് നോക്കി സത്യയുടെ കാര്യത്തിലും ആരും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി ഈ അമ്മ എടുക്കുന്ന മുൻകരുതലാടാ അത്. അങ്ങനെ ഇങ്ങ് കൂട്ടിയാ മതി. ഇതിന്റെ വില ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല, കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും അന്നമ്മ ചെയ്തത് എന്തിനായിരുന്നു എന്ന്. അമ്മേ, അയ്യോ, കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞോ? എന്താ ഞങ്ങളെ വിളിക്കാഞ്ഞേ? എന്താ അമ്മ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? അമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? എന്തിനാ സങ്കടപ്പെടുന്നേ?
എന്താ ഉണ്ടായേ? എന്റെ ഈ മോളെ മറക്കാനായിട്ട് എത്ര ലക്ഷം രൂപയുടെന്ന് സത്യമ്മ പറഞ്ഞത്? 5, 10 അത് കോടിയോ? പൊന്നുകൊണ്ട് കൊട്ടാരം പണിത് തരാന്ന് പറഞ്ഞാലും നൊന്തു പെറ്റ അമ്മയ്ക്ക് സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല. ഇതിന് പ്രേരിപ്പിക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് സർവേശ്വരൻ തീരുമാനിച്ചോളും. കാരണം അവസാനം ഏറ്റു പറയേണ്ടതും കണക്ക് പറയേണ്ടതും അവിടെയാണ്. അദ്ദേഹം മറുപടി തന്നോളും. സത്യമേ, ഞങ്ങൾ വന്നപ്പോ മുതല് ശാലിനിയോട് കാണിച്ച എല്ലാ കാര്യങ്ങൾക്കും സന്തോഷം തന്നെയാണ്. ഒരു മരുമകളോടും ഒരു അമ്മായിയമ്മയും കാണിക്കാത്ത സ്നേഹപ്രകടനമാ സത്യമ്മ കാണിച്ചത്. അതെല്ലാം ഈയൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇറങ്ങുക. ഒരുപാട് വേദനയോടെയാ ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. കാരണം സ്നേഹിച്ച് വഞ്ചിക്കുന്നതിനേക്കാൾ ക്രൂരതയാണ് സത്യമ്മേ സ്നേഹം നടിച്ച് വഞ്ചിക്കുന്നത്. പോട്ടെ മോളെ. അമ്മ, സത്യമ്മ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.